നമസ്കാരം. സുഭാഷിതം ചാനൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് കൂട്ടത്തിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ ജയിച്ചു വന്നപ്പോൾ കേരളത്തിൽ ഓരോ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളും ഓരോന്നും എന്ത് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ 1000 വീഡിയോ നമുക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. പക്ഷേ പൊതുവായ ചില നിലപാടുകൾ, കോർപ്പറേഷനുകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, ജില്ലാ പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തുകൾ, ഇങ്ങനെ കുറേ പൊതുവായ കാര്യങ്ങൾ നമുക്ക് ചർച്ചയ്ക്ക് വെക്കണം. പ്രത്യേക തിരുവനന്തപുരം കോർപ്പറേഷനിൽ വളരെ രാജ്യത്തിൻ്റെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം എന്നുള്ള നിലയിൽ ഒരു മെട്രോപൊളിറ്റൻ കോസ്മോപൊളിറ്റൻ സിറ്റിയുടെ എല്ലാവിധ സാധ്യതകളുമുള്ള ഒരു നഗരമാണ്. അപ്പോൾ ഇവിടെ ചില അടിസ്ഥാന വിഷയങ്ങൾ, തീർച്ചയായിട്ടും ഇത് വലിയ ഒരു സിറ്റി ആക്കുന്നതിനുള്ള മറ്റു കാര്യങ്ങൾ നടക്കും എന്നാണ് കരുതുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ചില പ്ലാനുകൾ ഉണ്ടാവും, BJPയുടെ പ്ലാൻ ഉണ്ടാവും, ഒരുപാട് പ്ലാനുകളുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായ ചില വിഷയങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ചില വിഷയങ്ങളിൽ ഞങ്ങൾ വീഡിയോകൾ ചെയ്തിരുന്നു. അത് വളരെ പൂജപ്പുരയുടെ അവിടെ ഈ സിറ്റിയിലെ കനാലുകളും നദികളും തോടുകളും നന്നാക്കുന്നതായാലും വൃത്തിയാക്കി ശുചിയായി സൂക്ഷിക്കുന്ന അതായാലും പൂജപ്പുര പോലുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങളുടെ വികസനമെന്ന് പറയുന്നല്ല, അതിൻ്റെ സംരക്ഷണം, പൈതൃകമായ സംരക്ഷണവും പരിപാലനവും ഒക്കെ നമ്മൾ അവതരിപ്പിച്ചപ്പോൾ വലിയ നമുക്ക് എന്താണ് കിട്ടിയത്? ഒരു വലിയ റീച്ച് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഈ വ്യൂസ് കാണുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ഒരു യൂട്യൂബ് ചാനലായതുകൊണ്ട് റേറ്റ് വ്യൂ ഒക്കെ ആളുകൾ പറയുമെങ്കിലും ഒരുപാട് അക്സെപ്റ്റൻസ് പബ്ലിക്കിൽ നിന്ന് വരുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ എല്ലാ സൂക്ഷ്മതലത്തിലുള്ള തൊഴിൽ സംരംഭങ്ങളെക്കുറിച്ചുള്ള VV രാജേഷിൻ്റെ അഭിപ്രായവും നമ്മൾ കൊടുത്തു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റ് 2 വിഷയങ്ങളാണ്. കാര്യം 2 വിഷയങ്ങളെന്ന് പറയുന്നത്, ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ജയലളിതയുടെ പേരിൽ അമ്മ ഹോട്ടലുകളുണ്ട്. വളരെ മനോഹരമായി ആളുകൾക്ക് കുറഞ്ഞ ചിലവിൽ ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന അമ്മ ഹോട്ടലുകളുണ്ട്. ഇന്നലെയല്ല 2-3 ദിവസമായി, പക്ഷേ വാർത്തകൾ ഇന്നലെ മിനിയാന്നുമായിട്ടൊക്കെയാണ് വന്നത്. ഡൽഹിയിൽ BJP വാഗ്ദാനം ചെയ്ത അടൽ ക്യാൻറ്റീനുകൾ 10-70 തുടങ്ങി, ബാക്കി 100 ക്യാൻറ്റീനുകളാണ്. 5 രൂപയ്ക്കാണ് ഭക്ഷണം കിട്ടുന്നത്. 5 രൂപയ്ക്ക് രാവിലെ ഭക്ഷണം കിട്ടും, ഉച്ചയ്ക്കുള്ള ഭക്ഷണം കിട്ടും, വൈകുന്നേരത്തെ ഭക്ഷണം കിട്ടും. 5 രൂപയ്ക്ക് ക്ലൗഡ് കിച്ചൺ കൺസെപ്റ്റിൽ കോമൺ ആയ ഒരു സ്ഥലത്തു നിന്നാണ് പാചകം ചെയ്യുന്നത്. അത് ഓരോ സ്ഥലത്തും അല്ല പാചകം ചെയ്യുന്നത്, ബാക്കി പിന്നെ സെർവ് ചെയ്യുന്നത് ഔട്ട്ലെറ്റുകൾ വഴിയാണ്. അങ്ങനെ 100ഓളം ഔട്ട്ലെറ്റുകൾ ഡൽഹിയിൽ വരികയാണ്. അതിൽ 10-70 വന്നു കഴിഞ്ഞു. അത് ബാക്കി കൂടി അടുത്ത ദിവസങ്ങളിൽ വരും. 5 രൂപയാണ് ചാർജ്. ഇവിടെ കുടുംബശ്രീ കേരളത്തിൽ ഒരു 20 രൂപ ഊണെന്ന് പറഞ്ഞൊരു പരിപാടി നടത്തി. പക്ഷേ അതൊരു ഉഡായിപ്പായിരുന്നു. തിരുവനന്തപുരത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ 20 രൂപ ഊണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചെല്ലുമ്പോൾ അവിടെ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉഡായിപ്പ്. അതൊരു ഉഡായിപ്പ് പദ്ധതിയായിരുന്നു. അങ്ങനെ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി ഉഡായിപ്പ് പരിപാടികൾ കൊണ്ടിറക്കാതെ നിത്യവും പോകുന്ന പരിപാടികളാണെങ്കിൽ മനോഹരമായിരിക്കും. അതിൽ 2 കാര്യങ്ങളാണ് പറയുവാനുള്ളത്. നഗരത്തിലാകെ ഒരു പക്ഷേ ഈ അടൽ ഹോട്ടലുകളും അതുപോലുള്ള ക്യാൻറ്റീനുകളും അല്ലെങ്കിൽ അമ്മ ഹോട്ടലുകളും ഒന്നും കോർപ്പറേഷൻ കൊണ്ടുവന്നില്ല എങ്കിലും ചില പ്രധാന പോയിന്റുകളുണ്ട്. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ്, ജനറൽ ഹോസ്പിറ്റൽ, പേരൂർക്കട ഹോസ്പിറ്റൽ, താലൂക്ക് ഹോസ്പിറ്റൽ, ഫോർട്ട് ഹോസ്പിറ്റൽ, താലൂക്ക് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ SAT, RCC, പിന്നെ തൈക്കാട് വിമൻസ് ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ, ഇങ്ങനെ കുറച്ച് ഹോസ്പിറ്റലുകളുണ്ട്. അവിടെ ഇരിക്കുന്ന കൂട്ടിരിപ്പുകാരുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് പല വ്യക്തികളും സ്പോൺസർ ചെയ്യും. ഞാനുമൊക്കെ പല ഹോസ്പിറ്റലുകളിലേക്കും പലവട്ടം ഞാൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. സ്പോൺസർ ചെയ്താണ് ഇഡ്ഡലിയും വടയും ചായയും സാമ്പാറും ചമ്മന്തിയും ചോറും ഒക്കെ കൊടുക്കുന്നത് സ്പോൺസറിങ്ങിലൂടെയാണ്. അപ്പോൾ സ്പോൺസറിങ്ങിലൂടെ കൊടുക്കുമ്പോൾ അത് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്ര സന്തോഷത്തോടെയും ആനന്ദത്തോടുകൂടിയും സ്നേഹവായ്പോടുകൂടിയാണ് അമ്മമാർ, കൂടുതൽ സ്ത്രീകളാണ് വന്നിന്ന് വാങ്ങുന്ന ഒരു പാത്രം കൊണ്ടുവന്ന് വാങ്ങുന്നത് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം വരാറുണ്ട്. അപ്പോൾ പലരുടെയും ജന്മനാളിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനെ മരണത്തിൻ്റെ ദിവസമായിട്ടും ജന്മനാളിൻ്റെ ദിവസമായിട്ടുമൊക്കെ ജനങ്ങൾക്ക് കൂടി അവസരം കൊടുത്താൽ, കോർപ്പറേഷൻ ജനങ്ങൾക്ക് കൂടി അവസരം കൊടുത്തുകൊണ്ട് അങ്ങനെയുമാകാം കോർപ്പറേഷൻ CSR ഫണ്ടും ആലോചിക്കാം. 2 തരത്തിൽ ഫണ്ട് ആലോചിക്കാം. ഒന്ന് CSRൻ്റെ ഫണ്ട് ആലോചിക്കാം. അതിപ്പോൾ അദാനി ഇവിടെയുണ്ട്, ലുലു മാളിൻ്റെ സംവിധാനങ്ങൾ ഇവിടെയുണ്ട് തിരുവനന്തപുരത്ത്, അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഉണ്ട്, പിന്നെ SBI പോലുള്ള സംവിധാനങ്ങളുണ്ട്, വൻ സംവിധാനം, പിന്നെ ടാറ്റ ബിർള എന്നൊക്കെ പറയുന്ന വലിയ സംവിധാനങ്ങളുണ്ടല്ലോ രാജ്യത്ത്, അദാനിയൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അവരുടെ ഒരു സ്പോൺസറിങ്ങിൽ, പിന്നെ BSNL പോലുള്ള സംവിധാനങ്ങൾ CSR പൈസ എല്ലാവർക്കും ചിലവാക്കണം. ആ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എന്തുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളിൽ മനോഹരമായ ബിൽഡിംഗ് ഉണ്ടാക്കി അവർക്ക് അവിടെ വരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും, നാട്ടുകാർക്ക് കൊടുക്കണ്ട, അവിടെ നാട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി. പക്ഷേ ഈ 2 കൂട്ടർക്കും കൊടുക്കുന്ന ഒരു സംവിധാനം, ഫുഡ് കൊടുക്കുന്ന, മിനിമം ഫുഡ് മതി,
വെജിറ്റേറിയൻ മതി, ഓരോ ദിവസം ഒന്ന് മാറി മാറി കൊടുക്കണം. ഇപ്പോൾ ഒരു ദിവസം സാമ്പാറാണെങ്കിൽ ഒരു ദിവസം പരിപ്പ് പപ്പടം ഇങ്ങനെ മാറി മാറി കൊടുക്കണം. അല്ലാതെ എല്ലാ ദിവസവും ഒരേ സാധനം കൊടുത്താൽ അതിനൊരു ടേസ്റ്റ് വരത്തില്ല. ചൂടോടെ കൂടി കൊടുത്താൽ അത് വളരെ മനോഹരമായി ആളുകൾ വാങ്ങി കഴിക്കും. അത് ആവശ്യമുണ്ട്. പിന്നെ അല്ലാതെ അമ്മ ഹോട്ടൽ എന്നുള്ള കൺസെപ്റ്റിൽ അല്ലെങ്കിൽ അടൽ ക്യാൻറ്റീൻ എന്നുള്ള കൺസെപ്റ്റിൽ മറ്റ് സ്ഥലങ്ങളിൽ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുക, അത് രണ്ടാമത് ചിന്തിക്കുക. പക്ഷെ ഒന്നാം ഘട്ടത്തിൽ ഈ സ്കൂൾ ഈ പറയുന്ന സ്ഥലങ്ങൾ ഉപയോഗിച്ച് ഹോസ്പിറ്റലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് ആലോചിക്കേണ്ടതാണ്, വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വളരെ കൃത്യമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റാണ്. പക്ഷേ വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യണം, സയൻറ്റിഫിക്കായിട്ട് ചെയ്യണം, വളരെ ഹൈജീനായിട്ട് ചെയ്യണം. എല്ലാത്തിനും ഈ ഇൻസ്ട്രുമെൻറ്റും മെഷീനും ഒക്കെ കിട്ടുന്ന കാലമാണ്. ആ അർത്ഥത്തിലുള്ള ക്ലൗഡ് കിച്ചൺ പോലുള്ള വളരെ മനോഹരമായിട്ടായിരിക്കണം ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ക്യാൻറ്റീൻ പോലെ തുറന്നു വെച്ച് പിന്നെ അവിടെ ആളുകളെ ക്യൂ നിന്ന് പിന്നെ അത് സർക്കാർ എന്തോ ദാനം കൊടുക്കുന്ന പോലെ അങ്ങനത്തെ പരിപാടി പോകാൻ പറ്റത്തില്ല. വളരെ പ്രൊഫഷണലായി ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ്, അന്നം പുണ്യം എന്നൊക്കെ ഉള്ള പേരോ എന്ത് പേരിട്ടുകൊണ്ടോ പദ്ധതികൾ നടപ്പിലാക്കണം. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഇതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, കഴിഞ്ഞ ദിവസം വി വി രാജേഷ് മേയർ പറയുകയായിരുന്നു, ഈ ടോയ്ലറ്റ് തന്നെ ഒന്നും ആരും അങ്ങനെ പോകില്ല. അതാണ് ഒരു പ്രശ്നം. ഇപ്പോൾ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ നമ്മൾ ടൂർ പോകുമ്പോൾ അല്ലെങ്കിൽ യാത്ര പോകുമ്പോൾ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ പല സ്ഥലത്തും ഈ ടോൾ ബൂത്തിൻ്റെയൊക്കെ അനുബന്ധിച്ച് ഈ ടോയ്ലറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ ആളുകൾ പോകുമെന്നുള്ളത്, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ പോകണമെങ്കിൽ ഹൈജീൻ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകില്ല. അത് രാജേഷിൻ്റെ വീട്ടിൽ, മേയറുടെ വീട്ടിൽ, മേയറുടെ ഭാര്യയുടെ അമ്മയോടൊക്കെ ചോദിച്ചാൽ മതി. വേറെ നാട്ടുകാരടുത്തൊന്നും ഇറങ്ങി സർവേ ചെയ്യണ്ട. സ്ത്രീകൾ ഹൈജീനായിട്ടില്ലാത്ത ബാത്റൂമിൽ അവർ പോകാറില്ല. പുരുഷന്മാർ പിന്നെ അല്ലെങ്കിലും വെള്ളം എന്ന് ഉപയോഗിക്കാത്ത ഈ കഴുകൽ പരിപാടിയൊന്നും പുരുഷന്മാർക്ക് അത്ര വലിയ പ്രശ്നമല്ലാത്തതുകൊണ്ട് അവർ ഓപ്പൺ സ്പേസിലുമൊക്കെ ആളൊഴിഞ്ഞ സ്ഥലത്തൊക്കെ പോകും, അത് വേറെ കാര്യം. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ടോയ്ലറ്റ് അവിടെ ഇരുന്നോട്ടെ, അത് നിങ്ങൾ പരിഷ്കരിച്ചൊക്കെ കൊണ്ടുവന്നോളൂ. പക്ഷേ എങ്കിലും പ്രധാനപ്പെട്ട 10-15 കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് ഈസ്റ്റ് ഫോർട്ട്, തമ്പാനൂർ നോക്കൂ, റെയിൽവേ സ്റ്റേഷനുണ്ട്, ബസ് സ്റ്റേഷനുണ്ട്. പക്ഷേ അവിടെ മനോഹരമായ, അവിടെ ഇരിക്കുന്നത് വളരെ പ്രാകൃതമാണ്. അത് സ്ത്രീകൾക്കും പുരുഷന്മാരും കൂടെ ഒന്നിച്ച് കയറിപ്പോകണം. അതൊന്നും പറ്റുന്നതല്ല, പ്രായോഗികമായിട്ടല്ല. ഒരു ഡോറിനകത്ത് കയറി സ്ത്രീ പുരുഷൻ എന്നൊക്കെ പറയുന്നതല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ, പുറത്തുനിന്നേ സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ, പോകാൻ പറ്റുന്ന രീതിയിലുള്ള മനോഹരമായ ടോയ്ലറ്റ് കോംപ്ലക്സുകളാണ് ഉണ്ടാക്കേണ്ടത്. അല്ലാതെ ടോയ്ലറ്റ് അല്ല. ടോയ്ലറ്റ് കോംപ്ലക്സ് വേറെ, ടോയ്ലറ്റ് വേറെ. ആ കോംപ്ലക്സിനകത്ത് അത്യാവശ്യം ചായ കുടിക്കാനുള്ള ഒരു വെൻഡിങ് മെഷീനും കോഫി വെൻഡിങ് മെഷീനും അത്യാവശ്യം റീചാർജ് ചെയ്യാനുള്ള സംവിധാനവും ഒക്കെ വരുന്ന ഒരു വേണമെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരു 10-15 സ്ഥലങ്ങളിൽ ഉണ്ടാവുകയും അത് മൊബൈൽ ആപ്പിൽ കൊടുക്കുകയും വേണം. അപ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ സിറ്റിക്കകത്ത് കയറിയാൽ എവിടെ ഉണ്ട് എന്ന്, എത്ര ദൂരത്തിലുണ്ട്, ഏതാണ് ലൊക്കേഷൻ എന്ന് കൃത്യമായി അറിയാൻ പറ്റും. ഇത്തരത്തിലുള്ള വളരെ ഹൈജീനായിട്ടുള്ള, ഇപ്പോൾ എയർപോർട്ടിൽ നോക്കൂ, എത്ര ഹൈജീനായിട്ടാണ് എയർപോർട്ടിൽ വാഷ്റൂം സൂക്ഷിക്കുന്നത്. മറ്റ് സ്ഥലം പോലെ തന്നെ സൂക്ഷിക്കുകയാണ്. അത്രയും മനോഹരമായി. ആളുകളിൽ നിന്ന് ഫീസ് മേടിച്ചാലും പ്രശ്നമില്ല, ആളുകൾ ഫീസ് തരാൻ തയ്യാറാണ്. പക്ഷേ പ്രശ്നം ഇതാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും കോർപ്പറേഷൻ ഒരു നടപടി ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നു. ഇത് രണ്ടും ഗൗരവമായി കോർപ്പറേഷൻ ഏറ്റെടുക്കേണ്ടതാണ്.